മനസ്സിന്റെ ഉള്ളറകളിൽ കിടക്കുന്ന സകല പാപവും ആ പാപം സംബന്ധിച്ച് അവനുണ്ടായി അനുഭവിച്ച ശാപം, അത് നിമിത്തം അവനുണ്ടായ രോഗങ്ങൾ, അത് നിമിത്തം അവനുണ്ടായ ഭാരങ്ങൾ, അത് നിമിത്തം അവനുണ്ടായ ബന്ധനങ്ങൾ, അത് നിമിത്തം അവനുണ്ടായ കഷ്ടതകൾ, അത് നിമിത്തം അവനുണ്ടായ അപമാനങ്ങൾ, അത് നിമിത്തം അവനുണ്ടായ നിന്ന പരിഹാസം, ഇതെല്ലാം മാറ്റിക്കളയുവാൻ കഴിയുന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിത്യനായ ദൈവത്തിന്റെ അടുക്കൽ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്നുള്ളൂ. ഈ യേശു ക്രിസ്തു എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്? ആമേൻ. സർവശക്തനായ ദൈവം മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്നത് എന്തിനാ? ആമേൻ. നമ്മുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി നമ്മൾ നരകത്തിൽ ചെല്ലാതിരിക്കാൻ, ആമേൻ, നമുക്ക് പാപമോചനം നൽകി ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം തന്നെ മനുഷ്യപുത്രനായി ഇറങ്ങി വന്നതാണ് യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തു മുഴുവൻ മനുഷ്യരുടെയും പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് തന്നെ യാഗമാക്കി ആ ചൊരിഞ്ഞ തിരുരക്തത്തിലൂടെയും യേശുവിൻ്റെ പ്രാണൻ നമുക്ക് വേണ്ടി നൽകിയതിലൂടെയാണ് ആമേൻ മനുഷ്യന് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടിരിക്കുന്നത്. വാത്സല്യ കുഞ്ഞുങ്ങളെ, ആമേൻ, അലക്ഷ്യമായി കളയാതെ ഈ ഭൂമിയിൽ വെച്ച് ദൈവവചനം കേൾക്കുക, ദൈവത്തെ അന്വേഷിക്കുക, യേശുവിനെ കണ്ടെത്തുക. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട്, ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവമേ, നീ ജീവനുള്ള ദൈവമെങ്കിൽ ഈ ജനം പറയുന്ന ഞങ്ങളെ ബോഷ്കന്മാരായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് ജോലിയും തൊഴിലും ഇല്ല എന്ന് കരുതി ചിന്തിക്കുന്നവരുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾക്ക് അറിവില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾ സർവജ്ഞാനിയും സർവ്വവ്യാപിയും സർവശക്തനുമായ ദൈവത്തിൻ്റെ നാമത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. ആമേൻ. അഖിലാണ്ടത്തിൻ്റെ ഉടവിനെയാണ് മഹത്വപ്പെടുത്തുന്നത്. ഞങ്ങളെ രക്ഷിച്ച ദൈവത്തെയാണ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നത്. ആമേൻ. ഈ ദൈവം എന്തുകൊണ്ടാണ് മഹത്വപ്പെടുത്തുന്നത്? ആമേൻ. ഒരു മനുഷ്യനും ഈ ദൈവത്തെ അറിയാതെ പോകരുതെന്നുള്ള ചിന്ത, ഭാരം ഞങ്ങൾക്കുള്ളത് ാണ് ഞങ്ങൾ ഈ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് രൂപാന്തരം ഉണ്ടാകുന്നു. എങ്ങനെയാണ് രൂപാന്തരം ഉണ്ടാകുന്നത്? ആമേൻ. യേശുവിൻ്റെ വചനങ്ങൾ അത് പാപബോധം നൽകുന്നു. നാം ചെയ്തു കൂട്ടുന്നതും നാം ചെയ്തുകൊണ്ടിരുന്നതും ചെയ്യുന്നതും ആയ സകല പാപത്തിനും അത് പാപമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു. അങ്ങനെ മനുഷ്യൻ പാപം ഉപേക്ഷിച്ച്, പാപത്തെ തിരസ്കരിച്ച്, ദോഷം വെറുത്തുകൊണ്ട് ആമേൻ ദൈവവചനം അനുസരിക്കാൻ തുടങ്ങുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അവൻ്റെ മനസ്സ് ഫ്രീ ആകുന്നു. അവൻ്റെ മനസ്സ് ഫ്രീ ആകുമ്പോൾ, ആമേൻ, ദൈവത്താൽ യേശുക്രിസ്തുവിനാൽ ഫ്രീ ആകുമ്പോൾ അവൻ്റെ ആത്മാവിന് ചൈതന്യം ഉണ്ടാകുന്നു. ദൈവവചനം കേൾക്കുമ്പോഴാണ് ആ ചൈതന്യം ഉണ്ടാകുന്നത്. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ, കൈക്കൊള്ളുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്വീകരിക്കുമ്പോൾ ആമേൻ ദൈവത്തിൻ്റെ മകനായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളായി തീരുന്നു.